അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ സംഭവമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇനി എടുക്കാൻ പോകണം നിങ്ങൾക്കറിയോ? സ്കൂൾ പാർട്ടി ക്രാഫ്റ്റ് ആണോ, ഗ്രാനി ചാപ്റ്റർ 2 ആണോ, ഗ്രാനി 1 ആണോ, സ്പൈഡർ ഫൈറ്റർ 3 ആണോ, ഗുരു ബായ് ദ ഗാങ്സ്റ്റർ ആണോ? ഗസേ. പിന്നെതാ അയ്യോ പിന്നെ ദാ ഈ ഒരു ഗെയിം കൂടി എന്താ നെറ്റും കിട്ടാനുള്ളത്. ഈ ഒരു ഗെയിമും കൂടി ഇവിടെ ഗെയിമില്ലല്ലേ. പിന്നെ ദാ ഈ ഒരു ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ആണോ? ഗസ് ചെയ്യൂ ഗസ്. ഓൺലി 3 സെക്കൻഡ്സ്. ഒരു മിനിറ്റ്. ഓൺലി 3 സെക്കൻഡ്സ്. ഓൺലി 3. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഗെയിം ഏതാണെന്ന് പറയണം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ഏതാണ് കിട്ടിയേക്കണതെന്ന് നോക്കൂ. ഗ്രാനി. നമുക്കപ്പോൾ ഗ്രാനിയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണതിൽ കുഴപ്പമുണ്ടോ? എവിടെ ഇരിക്കണം? താഴെ ഇരിക്കാനുള്ളായിരുന്നു. താഴെ ഇരിക്കാം. അല്ലെങ്കിൽ വേണ്ട കേസ്, ഇവിടെ ഇരിക്കാം. ഓക്കെ മച്ചാൻസ്, നമുക്കപ്പോൾ ഗെയിമിൻ്റെ സൗണ്ടേ ഒന്ന് കുറച്ച് വയ്ക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് കുറച്ച് വയ്ക്കാൻ മറന്നുപോയി. ഓക്കെ, ഇത്ര ആക്കാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇതാ ഇത് പ്രാക്ടീസ് മാറ്റി ഈസി ആക്കാൻ പോവാണ് ഗൈസ്. ഒരു മിനിറ്റ്, നമുക്ക് ഇത് ഗെയിം തുടങ്ങി കഴിയുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗെയിം തുടങ്ങിയിരിക്കുന്നു. കുറേ നേരമായി ലോഡാവാൻ നോക്കിയിട്ട്. പിന്നെ ഞാനൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാൾ ആക്കാനായിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഏത് ഗെയിമാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് ഗൈസ് നമ്മുടെ സ്വന്തം മോട്ടൽ മാനേജർ സിമുലേറ്റർ മൊബൈൽ വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ അല്ല കേട്ടോ. വേണ്ടി ഞാനേ ഇവിടെ ഇപ്പം എനിക്ക് സംഭവം ഇങ്ങനെ ഇതാക്കാനും പറ്റും. ഇതിൻ്റെ കുറച്ച് സൗണ്ട് വയ്ക്കാം കേട്ടോ ഗെയിമിന്. ഓക്കെ, നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാം. ഗ്രാനിനെ വിളിക്കാം. കുറേ നേരമായിട്ടോ നേരമായല്ലോ ഞാൻ ഇവിടെ ഇരിക്കണ്ട്. പക്ഷെ ഗ്രാനി വരണില്ല. എനിക്ക് തോന്നണേ ഞാൻ ഈസിക്ക് പകരം പ്രാക്ടീസ് മോഡ് എടുത്തിട്ടോ എന്നൊരു സംശയം. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? എൻ്റെ കൈ കാണാൻ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. മതി. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്ര നേരം ഫാൻ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് തരാൻ ഇതെന്തത് പിന്നെ അല്ലേ ഗൈസ്, ഞാൻ ഇന്ന് രാവിലെ എങ്ങാണ്ട് ഈ ഗെയിം കളിച്ചപ്പോൾ ഇല്ലേ ഈ ഗെയിം കളിച്ചപ്പോൾ ഒരു സംഭവം നടന്ന്. ആദ്യമേ തന്നെ എനിക്ക് വെപ്പൺ കിട്ടി. അപ്പം ഞാൻ ഈസിയിലിട്ടായിരുന്നു കളിച്ചത്. പിന്നെ ഞാൻ വെറുതെ ഒന്ന് പ്രാക്ടീസ് ആക്കി, വെറുതെ ഒരു സുഖം. ഞാൻ ഇതുവരെ നോർമലിലിട്ട് കളിച്ചണ്ട. നോർമലിൽ പിന്നെ കളിക്കാം. ആദ്യം സ്പെഷ്യൽ കീ കിട്ടി. ആദ്യം നമുക്ക് മറ്റേ ഈ പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഇട്ടേക്കണതേ മറ്റേ സംഭവിക്കുന്നത്. ആ സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞു ഈസിയിലാണെന്ന്. ഇവിടെ പ്രാക്ടീസ് ആയിപ്പോയി ഗൈസ്. പിന്നെയില്ല, നമുക്ക് ഇവനെ മീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റാൽ മതി. അവൻ ഓർഡർ കിടന്നു. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഓറഞ്ചിൻ്റെ ഇപ്പോൾ ആവശ്യമുണ്ടോ? ആവശ്യമില്ലെങ്കിലും എടുത്തേക്കാം. പുറലോട്ട് തിരിഞ്ഞ് നോക്കാൻ പാടില്ല കേട്ടോ.
ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ്. ഇപ്പം ആ സ്പൈഡർ മോൻ എൻ്റെ അടുത്തോട്ട് വന്നേനെ. പീസ് ഓഫ് എ ഗ്രാനി കാ പിക്ചർ. ഇപ്പോൾ ഇവിടെ കിടന്നോട്ടെ. എന്താണ് ഗ്രാനി വരില്ലല്ലോ. ഞാൻ ഈ സംഭവം ഇവിടെ അല്ല അറിയണം. ഗ്രാനി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ പ്ലാങ്ക് പെട്ടെന്ന് എടുക്കാറുണ്ട്. ഇനി ഹാമർ ആ വെല്ലിൻ്റെ ഉള്ളിലായിരിക്കുള്ളൂ, കിണറിനുള്ളിലായിരിക്കും. ഇതാരെ ഇവിടെ തട്ടിയിട്ടേ? ബസ് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്താ ബെഡ് ട്രിക്ക് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇരിക്കുക. എന്നിട്ട് ഈ ഒരു എന്താ ഞാനിപ്പോൾ വട്ടം കാണിച്ചു തരാം. വട്ടം കാണിക്കാനായിട്ട് ഇപ്പം അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ ഈ ഇരിക്കണേ എഴുന്നേക്കണ ഈ ബട്ടണും പിന്നെ കിടക്കയുടെ ഉള്ളിലോട്ട് കയറണ അടിയിലോട്ട് കയറണ ഒരു ബട്ടണും ഒരുമിച്ച് വെക്കാം ഗൈസ്. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം. അയ്യോ കിട്ടിയില്ലേ? ഓക്കെ ഷടാ ഗൈസ്, പണി കിട്ടി കേട്ടോ. എനിക്ക് ശരിയാവണില്ല. ഗൈസ് എനിക്കും തെറ്റിപ്പോകുന്നുണ്ട്. ഓക്കെ ഒരുമിച്ച് നോക്കി ഗൈസ്. ഓക്കെ അപ്പം നമ്മൾ ഇരിക്കുന്ന ഒരു രീതിയാവും, നല്ല സ്പീഡും കിട്ടും. കണ്ട പക്ഷെ നമ്മൾ എഴുന്നേറ്റാണ് നിൽക്കണേ. ഗ്രാനി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടനിട്ട് കൂടിയോ. പെട്ടെന്ന് ഇങ്ങോട്ട് ചാടുവാണെങ്കിൽ ഉണ്ടല്ല ഈ മണി അടിക്കുന്ന ശബ്ദം ഉണ്ടാവില്ല. മനസ്സിലായ? അതാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ DSTLO എന്ന് പറഞ്ഞൊരു ആളുടെ DSTLO 2.0 എന്ന് പറഞ്ഞൊരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടാണ് ഞാൻ ഇത് കണ്ടേക്കുന്നത്. ഞാനിപ്പോൾ ഇയാളുടെ ആ ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ പറയാൻ കാരണം ചേട്ടനൊരു പ്രൗഡ് കിട്ടാനായിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആൾക്കാരൊക്കെ ആ ചേട്ടൻ്റെ ചാനലൊക്കെ കാണണം എന്നറിയണമല്ലോ. ചേട്ടൻ പാവാണ് ഗൈസ്. നിങ്ങളെ വിചാരിക്കണ പോലെ നല്ല ആ ചേട്ടൻ ഭയങ്കര പാവമുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനാദ്യം ബുക്ക് കൊണ്ടുപോയിക്കോട്ടെ. ബുക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ മത്സ്യകന്യക വരും. ഈ മത്സ്യകന്യക എന്നൊക്കെ പറയണ ഈ സംഭവമില്ലേ, ഇതെല്ലാം ഞാൻ DSTLO എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ചാനലിൽ നിന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ബുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് വേണം മത്സ്യകന്യക തുഴയെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ചേട്ടൻ. ശരിക്കും പറഞ്ഞിട്ടില്ല ആ ചേട്ടൻ മുസ്ലിം ആയതുകൊണ്ടാണോ അറിയില്ല ഗൈസ്, വല്ലാത്ത തമാശയാണ് ആ ചേട്ടൻ്റെ മെയിൻ. എന്നാ തമാശയെന്നറിയോ? ഞാനാണെങ്കിൽ അയാളുടെ വീഡിയോയിൽ കാണുന്നേക്കാൾ കൂടുതൽ ചിരിക്കാനാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ വെറുതെ പൊക്കിപ്പറയണല്ലോ കേട്ടോ, സത്യം പറയണേ. നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഞെട്ടും ചേട്ടൻ്റെ തമാശ. ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കട്ടെ. ഫ്രിഡ്ജ് കൊണ്ടോ കണ്ണടയ്ക്കാൻ കൂടെ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ലേ? പിന്നെ നോക്കി ഞാൻ. ഓക്കെ നമുക്കിപ്പോൾ കാർബേറ്റർ കൊണ്ട് വയ്ക്കാം. ഇപ്പോൾ തുഴയാൻ തുടങ്ങിയാവോ? മത്സ്യകന്യക തുഴയാൻ തുടങ്ങി ഗൈസ്. മത്സ്യകന്യക തുഴയാൻ തുടങ്ങി. ഇപ്പം നേരെ എടുക്കുമല്ലോ അവിടെ തുഴഞ്ഞെടുക്കാൻ, തുഴഞ്ഞ് വരാൻ. കാർബേറ്റർ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാമല്ലോ. ഇതെന്തോടെ ഇത്? കാർബേറ്റർ ഒക്കെ മേത്ത് കൊണ്ടിട്ടും ഗൈസ് ഇതൊരു പ്രതിമ അല്ല, ഇതൊരു ആത്മാവാണ്. DSTLO ചേട്ടൻ പറയുന്നത് കേട്ടില്ല. സ്പൈഡർ കീ. അയ്യോ എൻ്റെ ബാറ്ററി ഇങ്ങോട്ടാ, എൻ്റെ ബാറ്ററി. ഇത് ഇവിടെ നിന്ന് ചാടാൻ പറ്റാറുന്നാ? പക്ഷെ ഞാൻ എപ്പോഴാണല്ലോ അറിയണേ. എന്തായാലും നല്ലൊരു ഇതാണ് കേട്ടോ. ഓക്കെ ഗ്യാസിനും കൂടി ആദ്യം കാർക്കി കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയേക്കാണ് കാറിൻ്റെ അടുത്ത്. അപ്പോൾ സമയം എത്രയാണെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ വെറുതെ അങ്ങോട്ട് കളിച്ചോണ്ടിരിക്കുക, സമയമൊന്നും ഞാൻ നോക്കത്തില്ല. ഓക്കെ ഗൈസ്, ഞാൻ എന്ത് പൊട്ടണമെന്നൊക്കെ ബാറ്ററി ഒക്കെ ഞാൻ പുറകിലും ഉണ്ടായിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ ബോണറ്റിലുണ്ടായിട്ടുണ്ട്, ഞാൻ ഡിക്കിലും ഉണ്ടായിട്ടുണ്ട്. ഗൈസ് ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ട് എനിക്ക് അടുക്കളയിൽ വെച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ വേറെ പാർട്ട് കിട്ടി. എനിക്ക് ആകെ ഞാൻ ഒരു പാർട്ടും കൂടെ കിട്ടി. എന്തായാലും ഗൈസ് ഈ ഒരു ഷോർട്ട് ഗൺ സെറ്റായി കഴിയുമ്പോഴേ എനിക്കിനി വെപ്പൺ കീ കിട്ടാൻ സാധ്യതയുള്ളൂ. അത് ചിലവർക്ക് മാത്രമല്ല, എപ്പോഴും ചിലപ്പോഴൊക്കെ എല്ലാവർക്കും അതൊക്കെ തോന്നുന്നു. അത് തന്നെ അപ്പോഴെങ്ങനെ ശരിയായത് ഗൈസ്. ഇതിൽ കൂടെ പോയി കഴിയുമ്പോൾ ചെയിൻ കട്ടർ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് വെട്ടാൻ പറ്റും ഗൈസ്. കട്ടിംഗ് പ്ലേയേഴ്സിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയിൻ കട്ടർ വെച്ചത് വെട്ടാൻ പറ്റും.
അത് നല്ലൊരു ഇതായിട്ട്. അപ്പം പിന്നെ ചെയിൻ കട്ടർ കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഈ സ്ക്രൂ ഡ്രൈവറാണ് മറ്റേ ബെട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കൂടെ പോകാനായിട്ട് നല്ല സിമ്പിളായിരിക്കും. നമുക്ക് അത് ആ ട്രിക്ക് നമുക്ക് കാറിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ഗൈസ്. ഗൈസേ പുറകിൽ എന്തൊരു ശബ്ദം കേട്ടിരുന്നു, അതാണ് നോക്കി. ആ സമയത്ത് ഞാനേ സൗണ്ടൊന്ന് ജസ്റ്റ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാറുണ്ട്. അതാണ് പറഞ്ഞത്. ഗൈസ് ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു ബേർഡുണ്ട്. ഇവിടെ അല്ല, അത് ഞാൻ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു കാക്കയുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കണ്ടേ, ഇവിടെ നമ്മളെ സ്യൂറിൻ്റെ വേറെ വഴി, പക്ഷേ ഇത് സ്യൂറിലോട്ടല്ല. ഇവിടെയാണ് സ്യൂർ. ഇതാണ് സ്യൂർ. ഇത് സ്യൂറിൻ്റെ വേറൊരു സ്ഥലമാണ്. ഇതിൽ കൂടെ പോയാലും നമുക്ക് സ്യൂർ കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ ഈ സംഭവം കണ്ടിട്ട് ചിലപ്പോൾ തോന്നണ്ടായിരിക്കും. ആദ്യമായിട്ട് ഒരു ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കണ്ടായിരിക്കും ഇവിടെ പോയി സ്യൂർ എത്തി ഗൈസ്. പക്ഷെ സ്യൂർ എത്തിയിട്ടില്ല ശരിക്കും. കണ്ടോ, സ്യൂർ ഇവിടെ വെച്ച് തീരുക. ഇതെന്തിനായി ഇവിടെ ഇല്ലേ ഗൈസ് ഈ സംഭവമുണ്ട്. അപ്പോൾ ചാടാൻ പോകണ്ടോ ഇരുന്ന്. അയ്യോ എൻ്റെ മുഖം കാണാൻ പറ്റുള്ളൂ. മുഖം കണ്ടില്ലെങ്കിൽ എന്താ, ഗെയിം കണ്ടാൽ പോരെ. ചാടിയിട്ടൊന്നും കിട്ടണല്ലോ ഗൈസ്. അയ്യോ 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 ചാടി പിടിക്കാൻ പറ്റണില്ല എനിക്ക്. എന്ത് പറ്റിയോ? പക്ഷെ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ചെയ്യോ, ഗ്രാനി സ്പൈഡർമാനിലില്ലേ, ഗ്രാനി സ്പൈഡർമാൻ, അതിലേ ഈ കുഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര സ്ലോ. ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ് പോകണമെന്ന്. എത്ര ഉണ്ടാവുള്ളൂ, ഇത്ര സ്ലോ ആയിരിക്കും കുഞ്ഞു പോകുമ്പോൾ. ഇവിടുത്തെ ആണെങ്കിലോ ഇത്രയും സ്പീഡ്. ഗ്രാനി സ്പൈഡർമാനിലാണെങ്കിലോ ഇത്രേ ഉള്ളൂ. ഇത്രയും സ്പീഡ് പോലും. അത്രയും സ്പീഡ് ഇല്ല എന്നല്ല, അത്രയും സ്പീഡ് ഉണ്ട്. ഈ ഗൈസ് ഗ്രാനി ഇവിടെ ഉള്ളപ്പോൾ ഇല്ലേ, ഈ സംഭവം തട്ടി അറിഞ്ഞ് താഴെ വീഴുമ്പില്ലേ, ഇതിൻ്റെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. അല്ലേ, ഇപ്പം ഞാൻ പ്രാക്ടീസിലാണ് കേട്ടോ. പക്ഷേടാ എന്നാലും ഈസി മോഡിലിട്ട് എങ്ങനെ കളിക്കാറുണ്ട്. ഇവിടെയാണെങ്കിൽ സെപ്പൺ കീ വെച്ച് തുറക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യണ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും എൻജിൻ പാർട്ടും കിട്ടി. ഗൈസ് ഷോർട്ട് കണ്ട ഫുൾ പാർട്ട് കിട്ടിയിട്ടാ. ഇവിടെ എന്താണെങ്കിലും മറ്റേ സംഭവമാണ് ടെഡി അല്ലെങ്കിൽ വിൽക്രാങ്ക്. ടെഡിയും വിൽക്രാങ്ക് പറഞ്ഞില്ല ഗൈസ്. അതാണ് റീഡിങ്. അയ്യോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. സ്പാർക്ക് പ്ലഗ് ടോർപ്പല്ലോ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് എടുത്തുകൊണ്ട് പോവാം. കാരണം ഞാൻ അടുക്കളയിൽ വെച്ച് കണ്ടായിരുന്നു. പക്ഷേ ഞാനേ എൻ്റെ ക്യാമറയുടെ അടുത്ത് തന്നെയാണ് ഈ ജോയിസ്റ്റിക്ക് ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ഓടിച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒന്നും എൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല. കൊണ്ട് എങ്ങനെയാണ് പറ്റത്തുള്ളൂ ജോയിസ്റ്റിക്ക് നീക്കുകയാണെങ്കിൽ. മുഖം കാണാൻ പറ്റണ്ടായില്ലല്ലോ. അതാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് കളിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് കളിക്കുന്നത്. കളിക്കണേ എൻ്റെ പൊന്നോ, ഇങ്ങനെ കളിച്ച് എനിക്ക് വാക്കൊന്നും കിട്ടണല്ലോ പറയാനായിട്ട്. പക്ഷേ ആ സ്പീഡ് ഇട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവം, പക്ഷേ ആ സ്പൈഡർക്ക് എനിക്ക് കിട്ടിയ നോക്കട്ടെ. മറ്റേ മുറി കൂടെ പോയാൽ മതിയായിരുന്നല്ലോ. സ്പൈഡർക്ക് ആദ്യമേ കിട്ടിയതല്ലായിരുന്നു. ഏത് കോട്ടലാണ്. അയ്യോ ഇങ്ങോട്ട് ഗൈസ്. ഗ്രാനി വരുമ്പില്ലേ, നിങ്ങളെ ഇവിടെ വിളിച്ചാലും മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ വിളിച്ചാലും മതി. ഗ്രാനി നമ്മളെ കാണുവാണെങ്കിൽ, അല്ല ഗ്രാനി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഗ്രാനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ ഇങ്ങോട്ട് ഇവിടം വരെ ആ മണി അടിക്കുന്ന സൗണ്ട് കേട്ടാ, മണി അടിക്കുന്ന സൗണ്ട് ഗ്രാനി കേൾക്കില്ലല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ. ജോയിസ്റ്റിക്ക് അനക്കാത്തറിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ടെ. പിന്നെ ഇതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. എനിക്കൊരു പണി കിട്ടിയായിരുന്നു. എന്താ അറിയോ? ഞാൻ ആദ്യം ഒരു പാട്ടിട്ട് ഡ്രിഫ്റ്റിംഗ് പവർ ഓഫ് ജാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ അത് ഞാൻ അറിയാണ്ടേ ഇതിലും കൂടി ആക്കി, അത് ഷോർട്സ് ആക്കി ഇട്ടു. പിന്നെയാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, അത് ഞാൻ വീഡിയോ ആക്കി കൂടി ഇട്ടായിരുന്നു. വെറും 1.5 മിനിറ്റ് എങ്ങാണ്ട് ആ വീഡിയോ ആണെങ്കിൽ. വീഡിയോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ പറ്റും. ഇപ്പോൾ ഗ്രാനിലല്ല, പിന്നെ പ്രശ്നം. അടുത്ത പ്രാവശ്യം നമുക്ക് ഈസി മോഡിലിട്ട് കളിക്കട്ടെ. പിന്നെ ഞാനൊരു മീഡിയം വരെ ഇട്ട് കളിക്കാട്ടോ. ഹാർഡിലില്ലേ നമ്മളാണെങ്കിൽ അപ്പം ഗ്രാനി വരും. നമ്മളെ നടക്കുന്ന സൗണ്ട് പോലും ഗ്രാനിക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഞാൻ തൊപ്പിടാൻ സാധ്യതയുണ്ട് ഗൈസ്. മീഡിയം വരെയാണെങ്കിൽ ഞാൻ മോഡിട്ട് കളിക്കാം. പിന്നെ ഗ്രാനിയുടെ പുതിയൊരു വെർഷൻ ഉണ്ട്. പുതിയ വെർഷനാണെന്ന് അറിയില്ല കേട്ടോ. ഒരു ലെഗസിയോ അങ്ങനത്തെ എന്താണ് സംഭവം. അതിൽ ഗൈസ് റോബോട്ട് എസ്കേപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്താണല്ലോ ആ സംഭവം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് കളിച്ച് നോക്കുക ഗൈസ്. എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. ഞാൻ ഒന്നത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അതിന് പൈസ കൊടുക്കണമെന്ന് അറിയില്ല. പൈസ കൊടുക്കണ സംഭവമാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യില്ല. കാരണം എൻ്റെ ഫോണിലേ സംഭവമില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. പതിയെന്ന് പറയണ്ട, വഴിയേന്ന് പറയും. ബാക്കി നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് തട്ടിയിടാം. പക്ഷെ പ്ലാങ്കൊന്നും പെട്ടെന്ന് കിട്ടുമായിരുന്നു എന്നായിരുന്നു കേട്ടോ. വീണില്ലേ? വീണ് ഇതെന്ത് സംഭവം? ഈ പാത്രത്തിൻ്റെ ഉള്ളിലാണല്ലേ ആ ഗ്രാനി ആ സംഭവം കൊണ്ടിടണേ. എപ്പോഴാണ് അറിയണേ? അത് മുകളിൽ പോയാ? അത് കാണാണ്ടായി ഗൈസ്. എന്ത് ചെയ്യാനല്ലേ ഗൈസ്? നമ്മളില്ലേ ഒരു സംഭവം കാണിച്ചിട്ടോട്ടെ. നമുക്ക് എപ്പോഴാണ് ശരിക്കും കാണാൻ പറ്റിയത്? നമ്മൾ ഗൺ ലോഡ് ചെയ്യാതിരിക്കുമ്പോൾ ഗണ്ണിൻ്റെ ഈ സംഭവം വളഞ്ഞിരിക്കും. ഇത് ലോഡ് ചെയ്യണത് പക്ഷെ നമ്മൾ താഴെ ഇടുമ്പോൾ അതേ നേരെ ഇരിക്കും. ഇതൊരു സംഭവമാണ് ഗൈസ്. ഒരു സീക്രട്ടാണോ അറിയില്ല കേട്ടോ. പിന്നെ ഇത് എടുക്കുമ്പോൾ ഇതിങ്ങനെ സംഭവം ഉണ്ടാവും. ഇതിനെ മുകളിലോട്ടാക്കുമ്പോൾ ഗൺ കുറച്ചും കൂടി മുകളിലോട്ട്, താഴ്വശം കുറച്ചും കൂടി കാണാൻ പറ്റും. താഴോട്ട് നമ്മൾ നോക്കുമ്പോഴേ കണ്ട ഗണ്ണിൻ്റെ പകുതി പോലും കാണാനില്ല, 1/4 ഭാഗം അത്ര കാണാൻ പറ്റുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് കുളിഞ്ഞുകൊണ്ട് വയ്ക്കാം തന്നെ ക്ലിയർ ആവാണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് ഇങ്ങനായിട്ടൊക്കെ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട്